ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എംഎംഎ പ്രസിഡന്റായി തുടരാൻ സമ്മതം അറിയിച്ചിട്ടില്ല മോഹൻലാൽ. അതായത് വിസമ്മതിച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിവരം അറിയിച്ചിരിക്കുന്നു. എന്നാൽ തുടരാൻ മോഹൻലാലിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. കേസ് കഴിയും വരെ ചുമതലയേൽക്കാനാകില്ല എന്നാണ് സിദ്ദിഖും അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ലിബി സജീന്ദ്രനുണ്ട്. ലിബി സജീന്ദ്രൻ, ഇന്നിപ്പോൾ എംഎംഎയുടെ ജനറൽ ബോഡി യോഗത്തിൽ നേരത്തെയുള്ള കമ്മിറ്റി തന്നെ തുടരാൻ, സിദ്ദിഖിനെ ഒഴിച്ച് ഉണ്ണിമുകുന്ദനെ ഒഴിച്ച് തുടരാനായിരുന്നു തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രസിഡന്റായി തുടരാൻ താല്പര്യമില്ലെന്ന് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്? ലിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തുടക്കം മുതലേ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അഡ്ഹോ കമ്മിറ്റി തുടരുന്നതിനിടയിലെല്ലാം കടുത്ത സമ്മർദ്ദമാണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മോഹൻലാൽ അനുഭവിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എംഎംഎയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോൺട്രവേഴ്സിക്കും ഉത്തരവാദിത്തം പ്രസിഡന്റിന് മേൽ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്ത് തുടരാൻ തുടരില്ല എന്നുള്ള കാര്യം കൃത്യമായി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. താൻ ഒരു കാരണവശാലും എംഎംഎ പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി ഇരിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മോഹൻലാലിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് തുടരുന്നത്. ആ സ്ഥാനത്ത് മോഹൻലാൽ ഇരിക്കില്ലെങ്കിൽ പകരം ഈ കമ്മിറ്റിയിലെങ്കിലും തുടരണമെന്നുള്ള അതുപോലുള്ള ചർച്ചകളൊക്കെ വന്നുവെങ്കിലും മോഹൻലാൽ അതിനും തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ എംഎംഎ പ്രസിഡന്റായി തുടരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം നിലനിൽക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്നു. അത് മോഹൻലാലിന്റെ മേലേക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ മോഹൻലാൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എംഎംഎ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ ഇല്ല, ഇക്കാര്യത്തിൽ വിസമ്മതം അറിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. ഇക്കാര്യം എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിദ്ദിഖ് നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ്. കേസ് നിലനിൽക്കുന്നതിനാൽ കേസ് കഴിയും വരെ ഒരു സ്ഥാനത്തേക്കും ഇല്ല എന്നുള്ള കാര്യം സിദ്ദിഖും അറിയിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുമുള്ളതാണ്. എന്നാൽ മോഹൻലാലിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ ഇത്തരത്തിൽ വിസമ്മതം കൃത്യമായി അറിയിച്ചിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ മേൽ ഇപ്പോഴും സമ്മർദ്ദം തുടരുകയാണ്. എങ്കിലും എത്ര സമ്മർദ്ദം ഉണ്ടായാലും ആ സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള സൂചനയാണ് മോഹൻലാൽ ഇപ്പോൾ നൽകുന്നത്. മോഹൻലാലുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വൃത്തങ്ങൾ നൽകുന്ന സൂചനയും നമുക്കത് തന്നെയാണ്. ഏത് സമ്മർദ്ദം ഉണ്ടായാലും മോഹൻലാൽ ആ സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. എങ്കിലും സമ്മർദ്ദം തുടരാൻ തന്നെയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മറ്റംഗങ്ങളുടെയും ഒക്കെ തീരുമാനം. ഏതായാലും മോഹൻലാൽ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇത്തരത്തിൽ മോഹൻലാൽ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഡോക്ടർ അരുൺകുമാർ, എംഎംഎയുടെ ഈ പുതിയ ഭാരവാഹികളുടെ ലിസ്റ്റ് പ്രതിസന്ധിയിലാകും. ഇപ്പോൾ തന്നെ അഡ്ഹോ കമ്മിറ്റി തുടരുന്നൊരു സാഹചര്യത്തിൽ നേരത്തെ ജനറൽ ബോഡി യോഗത്തിൽ കഴിഞ്ഞ എംഎംഎയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സികളൊക്കെ ഭാരവാഹികളുടെ മേൽ കുറ്റം ചുമത്തപ്പെടുന്നു, അല്ലെങ്കിൽ കുറ്റാരോപിതരാകുന്നവരൊക്കെ ഇതിനിടയിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കമ്മിറ്റി പിരിച്ചുവിടുന്നു. അഡ്ഹോ കമ്മിറ്റി അത് തുടരുന്നു. അഡ്ഹോ കമ്മിറ്റിക്ക് തുടരാനേ ആയുള്ളൂ. പുതിയൊരു കമ്മിറ്റി എടുക്കാനോ അല്ലെങ്കിൽ പുതിയ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാനോ ചുമതല ഏൽപ്പിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പഴയ കമ്മിറ്റി അതുപോലെ തുടരുന്നൊരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അഡ്ഹോ കമ്മിറ്റി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുമെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. മോഹൻലാൽ പ്രസിഡന്റായും സിദ്ദിഖിന് പ്രതിസന്ധി മോഹൻലാൽ ഒഴിഞ്ഞാൽ എല്ലാവരും പൊതുസമ്മതനായ ഒരു താരത്തെ കൊണ്ടുവരണം. അത് സാധ്യമല്ല. നമുക്കറിയാലോ, സിനിമാ മേഖലയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലോബിയും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അതീതനായി നിൽക്കുന്ന, നേരത്തെ ഇന്നസെൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ഇന്നസെൻ്റ് ഏട്ടനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മോഹൻലാൽ ഉള്ളത് കൊണ്ട് ആർക്കും അതിനകത്ത് പ്രത്യേകിച്ച് വിയോജിപ്പുകളില്ല. പൊതുസമ്മതനാണ് മോഹൻലാൽ. അതല്ലെങ്കിൽ മമ്മൂട്ടി വരണം. മമ്മൂട്ടി ഇനി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. മോഹൻലാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പിന്നെ സുരേഷ് ഗോപിക്ക് ആ കാര്യം ഏറ്റെടുക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തലമുതിർന്ന ഒരു നേതാവ് തന്നെ അതിൻ്റെ തലപ്പത്തേക്ക് വരണം. അതെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയോടുകൂടി വരികയും എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്നൊരു താരവുമായിരിക്കണം. അപ്പോൾ അതാണിപ്പോൾ സംഘടന നേരിടുന്ന പ്രതിസന്ധി. മോഹൻലാലിന് പകരം വയ്ക്കാൻ എംഎംഎയിൽ മറ്റ് താരങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ ലേബി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നമ്മൾക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് സുരേഷ് ഗോപി അടക്കമുള്ളവർ കടുത്ത സമ്മർദ്ദം മോഹൻലാലിന് മേൽ ചെലുത്തുന്നുണ്ട് ഈ സ്ഥാനത്ത് തുടരാനായി. എംഎംഎ നേരിടുന്ന പ്രതിസന്ധി ഇതുതന്നെയാണ്. ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ മോഹൻലാലിനെ മാറ്റി നിർത്തിയാൽ ഇത്തരത്തിൽ സർവ്വസമ്മതനായ ഒരാളില്ല എന്നത് തന്നെയാണ്. മമ്മൂട്ടി ഏതായാലും ഈ സ്ഥാനത്തേക്ക് വരില്ല. അപ്പോൾ മോഹൻലാൽ ഈ സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ എംഎംഎ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാകും. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ മോഹൻലാൽ പറയുന്നത് തന്നെയാണ് അന്തിമ വാക്ക്. മോഹൻലാൽ സർവ്വസമ്മതനാണ്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ദീർഘകാലം ഇന്നസെന്റ് ഈ പദവി വഹിച്ചിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ഇന്നസെന്റ് സർവ്വസമ്മതനായിരുന്നു. ഇന്നസെന്റിന് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക പാഠവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദീർഘകാലം എംഎംഎ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് അത്ര കാലം ഇരുന്നതും. ഏതായാലും ഇന്നസെന്റ് മാറിയതിനു ശേഷം മോഹൻലാൽ ആ സ്ഥാനത്തേക്ക് വന്നപ്പോഴും ഇന്നസെന്റിന് കിട്ടിയ ഒരു സ്വീകാര്യത മോഹൻലാലിന് കിട്ടിയിരുന്നു. മോഹൻലാൽ പറയുന്നൊരു വാക്കിന്
എതിർപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിയോജിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അത് പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അസ്വാരസ്യം ഉണ്ടാകാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിനാണ് ഇപ്പോൾ മോഹൻലാൽ പിന്മാറുകയാണെങ്കിൽ മോഹൻലാൽ ഒരു തരത്തിലും ഇവരുടെയൊന്നും സമ്മർദ്ദത്തിന് വശംവദനായി അല്ലെങ്കിൽ അതിന് വിധേയപ്പെട്ട ഈ സ്ഥാനത്ത് തുടരുന്നില്ല. ഈ വിസമ്മതത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ AMMA കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുക തന്നെ ചെയ്യും. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, തീർച്ചയായിട്ടും സമ്മർദ്ദം ചെലുത്തുന്നവർക്ക് സമ്മർദ്ദം ചെലുത്തി അങ്ങ് പോയാൽ മതി. നാളെ കഴിഞ്ഞ് ഈ കേസും കൂട്ടവും പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടിന്മേലുള്ള നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടികൾ ഇതൊക്കെ മോഹൻലാൽ തന്നെ നൽകണ്ടേ. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ പറയുന്നത് എന്തിനാണ് എനിക്ക് അഭിനയിക്കാൻ, ഞാൻ അഭിനയിച്ചു പോകാം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലപാടാണ് മോഹൻലാൽ എടുത്തിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ ഇതുവരെയും സംഘടനയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം മോഹൻലാൽ സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് സംഘടനയിലെ ആ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു. എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഒരു ഭാഗം ഉയർത്തി. പക്ഷേ ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ മോഹൻലാലായിരുന്നു. അതുകൊണ്ടാണ് മോഹൻലാൽ ആണെങ്കിൽ അതിനകത്ത് ആർക്കും വിയോജിപ്പുണ്ടാവില്ല, സംഘടന മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ നിലപാട്. കാരണം ഒരുപാട് സിനിമാ താരങ്ങൾക്ക് AMMA എന്ന സംഘടന കൊണ്ട്, ഈ താരസംഘടന കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ട്. അതിൽ മുതിർന്ന ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ അഭിനയിക്കാൻ പറ്റാത്തവർ, ആരോഗ്യം മോശമായവർ, അവർക്കൊക്കെ ഈ സംഘടന നൽകുന്ന ധനസഹായം ചെറുതല്ല. അപ്പോൾ ആ സംഘടനയുടെ തലപ്പത്ത് തുടരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അയ്യോ ഞാനില്ല എന്ന നിലപാടിലാണ് മോഹൻലാൽ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം. വലിയ സമ്മർദ്ദമാണ് ആ പോസ്റ്റിൽ ഇരുന്നാൽ എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. എന്തായാലും താരങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒരുപക്ഷെ മോഹൻലാലിനെ സമ്മർദ്ദം ചെലുത്തി ഉച്ചയ്ക്ക് മുമ്പ് വീണ്ടും പ്രസിഡന്റ് ആക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. മോഹൻലാൽ അല്ലെങ്കിൽ പിന്നെ ആര്? സെക്രട്ടറി സ്ഥാനത്ത് സിദ്ദീഖില്ല. അപ്പോൾ സിദ്ദീഖിന് പകരം ഒരാളെ കണ്ടെത്തണം. ട്രഷറായിട്ട് ഉണ്ണിമുകുന്ദനില്ല. അപ്പോൾ ഉണ്ണിമുകുന്ദന് പകരം ഒരാളെ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ 3 പ്രധാന പദവികളിലേക്കാണ് ഇന്നത്തെ ജനറൽ ബോഡി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ആരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരായിരിക്കും, വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ മടങ്ങിയെത്തും.